കൊച്ചി ലഹരി പാർട്ടി കേസിൽ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. എളമക്കര സ്വദേശി ബിനു ജോസഫാണ് ആളുകളെ എത്തിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. ബിനു നേരത്തെയും ലഹരി കേസിലെ പ്രതിയാണ്. നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട്. പ്രദീപ്, ആദ്യം ആരാണ് ഈ ബിനു ജോസഫ്? ഇപ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്? സംഘാടകർ ഓം പ്രകാശുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതിൽ തീരില്ലല്ലോ കാര്യങ്ങൾ. ലഹരി പാർട്ടിയിലേക്ക് നിരവധി ആളുകളെ എത്തിച്ചത് ബിനു ജോസഫാണ് എന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മുൻപാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എളമക്കര സ്വദേശിയാണ് ഇയാൾ. നേരത്തെയും ഇയാളുടെ പേരിൽ ചില ലഹരി കേസുകളും മറ്റും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ മറ്റാരും തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ബോബി ചലപതി എന്നുള്ള ആളുടെ പേരിൽ മുറിയെടുത്തത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. കാരണം ഓം പ്രകാശ് സ്വന്തം പേരിൽ മുറിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെട്ടേക്കാം. കാരണം ഇന്റലിജൻസിന്റെയും മറ്റും നിരീക്ഷണത്തിലുള്ള ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പേരിൽ മുറിയെടുക്കുകയായിരുന്നു. അതേസമയം 3 മുറികളാണ് ബുക്ക് ചെയ്തിരുന്നത്. ഈ 3 മുറികളും ബോബി ചലപതിയുടെ പേരിൽ തന്നെയാണ് ബുക്ക് ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചു വരുന്നു. കൂടാതെ ഈ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത ഏതാണ്ട് 20-ലധികം ആളുകളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അവരുടെ പേര് വിവരങ്ങൾ അടക്കം ലഭ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ആളുകളിലേക്ക് ഉടൻ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബിനു ജോസഫിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചതും ഈ ബിനു ജോസഫ് എന്നയാൾ കസ്റ്റഡിയിലായിരിക്കുന്നതും. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മറ്റ് ഏതാണ്ട് 20ഓളം ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ ഈ ഹോട്ടലിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ലഹരി പാർട്ടികൾ ഓംപ്രകാശും കൂട്ടാളികളും ചേർന്ന് നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ ആരെല്ലാമാണ് പങ്കെടുത്തിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം അന്വേഷിച്ചു വരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന DJ പാർട്ടിയും ഈ ലഹരി പാർട്ടിയും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചന. ഒരുപക്ഷെ ഈ DJ പാർട്ടിക്ക് വേണ്ടിയാണോ ഇവർ നഗരത്തിലെത്തിയത്, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ വന്ന ആർക്കെങ്കിലും ലഹരി വസ്തുക്കൾ കൈമാറിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടേണ്ടത് ആവശ്യമാണ് എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ ചെറിയ അളവിലുള്ള ലഹരി മരുന്നാണ് പിടികൂടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കണ്ടെടുക്കാൻ കഴിഞ്ഞത് എന്നതുകൊണ്ടാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത്. അതേസമയം ലഹരി പാർട്ടി നടന്നു എന്നതിന് തെളിവായി പോലീസ് പറയുന്നത് മുറിയിൽ ഉപയോഗിച്ച ലഹരി വസ്തുക്കളുടെ കവറുകളും മറ്റും ഉണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ രക്തസാമ്പിളുകളും മറ്റും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലം അടുത്ത ദിവസമേ വരികയുള്ളൂ. അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും ചലച്ചിത്ര മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി പാർട്ടികളെക്കുറിച്ചുമൊക്കെ ഏറെ വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റൊരു സംഭവ വികാസം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഈ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ.